भाई नहीं मत भाई मेरे से मिला मैं मना करूँगा। ആവേശക്കൂട്ടത്തിൽ നിന്നും ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കോടാനുകോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തിലേക്കാണ് അവർ കപ്പുമായി പറന്നിറങ്ങിയതെന്ന് വേണം പറയാൻ, അല്ലേ? ആവേശം അലവെല്ലുന്ന ഡൽഹി വിമാനത്താവളത്തിലാണ് അല്പസമയം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ബാർബഡോസിൽ നിന്ന് ലോകകപ്പുമായി അല്പസമയം മുമ്പ് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ബാർബഡോസിൽ നിന്ന് ബാലഗോപാൽ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല, എങ്കിലും ആവേശം അതിന്റെ പൂർണ്ണതോതിൽ തന്നെ കിട്ടുന്നുണ്ട് പ്രേക്ഷകർക്ക്. ാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിലനിൽക്കുന്നത്. ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെ ഈ തങ്ങളുടെ ഈ അവർക്ക് സഞ്ചരിക്കുന്നതിന് സജ്ജീകരിച്ചിട്ടുള്ള ഈ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. വിരാട് കോഹ്ലി, അതുപോലെ തന്നെ രോഹിത് ശർമ്മ തുടങ്ങിയവരൊക്കെ, സൂര്യകാന്ത് യാദവ് ഒക്കെ ഈ ബസ്സിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് മറ്റു കുറച്ച് താരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. അവർ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ബസ് ഇവിടെ നിന്ന് തിരിക്കുന്നതായിരിക്കും. അടുത്ത 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ബസ്, ഈ താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ബസ് ഡൽഹിയിലെ ITC മൗര്യ ഹോട്ടലിലേക്ക് പോകുന്നതായിരിക്കും. അവിടെയും ഈ താരങ്ങളെ സ്വീകരിക്കുന്നതിന് വലിയ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുലർച്ചെ 5 മണിക്ക് മുമ്പ് തന്നെ നൂറുകണക്കിന് താരങ്ങളാണ് നൂറുകണക്കിന് ക്രിക്കറ്റ് ആരാധകരാണ് ഈ താരങ്ങളെ വരവേൽക്കുന്നതിനായി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ഡൽഹിയിൽ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയൊക്കെ അവഗണിച്ചാണ് നൂറുകണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഈ താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനും അവരെ സ്വീകരിക്കുന്നതിനും ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഇന്ത്യയുടെ അഭിമാനമായി ഈ താരങ്ങൾക്ക് സ്വീകരിക്കുന്നതിനുമായി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ഏതായാലും അവർക്ക് മുന്നിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ബസ് പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഈ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ITC മൗര്യ ഹോട്ടലിലേക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ താഴെയാണ് ദൂരം. ആ പാതയുടെ ഇരുവശത്തും ഈ താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനുമായി നിരവധി പേരാണ് ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. 9:30 ഈ താരങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നതായിരിക്കും. 7 ലോക് കല്യാൺ മാർഗിൽ വെച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ആദരം ഈ കായിക താരങ്ങൾക്ക് നൽകുന്നത്. തുടർന്ന് പ്രധാനമന്ത്രിയുമായി താരങ്ങൾ പ്രധാനമന്ത്രി താരങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രിക്കൊപ്പമാണ് ഈ താരങ്ങളുടെ ഇന്നത്തെ പ്രാതലും മറ്റും ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നെ തിരികെ ഇതേ താരങ്ങൾ ഇതേ വിമാനത്താവളത്തിൽ, അതായത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്നതായിരിക്കും. തുടർന്ന് ടാറ്റ വിമാനത്തിൽ ഈ താരങ്ങളെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഒരുപക്ഷെ രാജ്യം സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ ഒരു സ്വീകരണ ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത്. ആ ചടങ്ങിൽ വെച്ച് ഇന്ത്യയുടെ ആദരം, അതായത് BCCയുടെ ആദരം, BCCI നേരത്തെ പ്രഖ്യാപിച്ച 125 കോടി രൂപയുടെ പാരിതോഷികം ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതേ ചടങ്ങിൽ വെച്ച് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ ഇന്ത്യ കരസ്ഥമാക്കിയ ഈ വേൾഡ് കപ്പ് BCCIക്ക് ഔദ്യോഗികമായി കൈമാറുന്നതായിരിക്കും. തുടർന്ന് അടുത്ത 2 വർഷം ഈ വാഹനം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. അതായത് ഈ ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പോലീസ് വാഹനം അതിന് മുന്നോടിയായി, അതായത് ഈ താരങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസ് വാഹനത്തിന് തൊട്ടു പിന്നാലെ ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഈ ബസ് ഡൽഹി
ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അതാ ഈ താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ഈ മെഡലും മറ്റും ഉയർത്തി കാണിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള, അതായത് ക്രിക്കറ്റ് താരങ്ങൾക്ക് പുറമെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന വാഹനം കൂടി ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഈ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ഈ വാഹനം, ഈ 2 ബസ്സുകളും ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ആരാധകരുടെ നടുവിലേക്ക്, ആവേശത്തിന്റെ കടലിലേക്ക് ഈ വാഹനം, അതായത് BCCIയുടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഈ വാഹനം ഡൽഹിയിലെ ഈ ആരാധകരുടെ നടുവിലേക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ആവേശമാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഈ താരങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ടു 2 ഭാഗത്തേക്കുമുള്ളത്. ഈ വാഹനം ഡൽഹി വിമാനത്താവളത്തിലേക്ക് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 100 കണക്കിന് ആരാധകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 100 കണക്കിന് ആരാധകരുടെ നടുവിലേക്കായി ഈ വാഹനം കടന്നു പോവുകയാണ്. വിരാട് കോഹ്ലി, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, രാഹുൽ ദ്രാവിഡ്, സൂര്യകാന്ത് യാദവ് എന്നിവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനായി നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നടുവിലേക്ക് ആവേശം അലതല്ലിക്കൊണ്ട് ഈ വാഹനം ഇന്ത്യയുടെ അഭിമാനമായ ഈ വാഹനം, ഇന്ത്യയുടെ അഭിമാനമായ ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനം കടന്നു പോവുകയാണ്. ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനം കടന്നു പോവുകയാണ്. ജനത്തിരക്ക് കാരണം ആ വാഹനത്തിന് മുന്നോട്ട് പോകാൻ പോലും കഴിയുന്നില്ല. താരങ്ങളെ, തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ കാണുന്നതിന് 100 കണക്കിന് പേർ രാവിലത്തെ കനത്ത മഴയിൽ അവതരിച്ചുകൊണ്ട് ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്ന 100 കണക്കിന് ആരാധകരുടെ നടുവിലൂടെ ഇന്ത്യയുടെ അഭിമാനമായ, ഇന്ത്യയുടെ ക്രിക്കറ്റിലെ വിശ്വ ജേതാക്കൾ കടന്നു പോകുകയാണ്. ആ ദൃശ്യം